ഈ ഒരു ഫുഡിനുണ്ടല്ലോ പല നാട്ടിലും പല പേരാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ ഇവിടെ കോട്ടയത്ത് പറയുന്നത് തിക്കടി എന്നാണ്, ചില സ്ഥലത്ത് പിടി എന്ന് പറയും. അപ്പോൾ നല്ല ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കാനേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോക്കിയാലോ, ആദ്യം തന്നെ പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അരിപ്പൊടി സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ഒക്കെ വെച്ചിട്ട് നല്ലപോലെ വാട്ടിയിട്ട് ചെറു ചൂടോടെ തന്നെ പത്തിരിക്കൊക്കെ കുഴയ്ക്കും പോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ മൊത്തം പൊടി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് അരിപ്പൊടി എടുത്തിട്ടേ അതിലേക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിടുക. അപ്പോൾ ഇത് ഇച്ചിരി ടൈം എടുക്കുവേ. അപ്പോൾ നമ്മളെല്ലാത്തിനും എളുപ്പപ്പണിയല്ലേ നോക്കണേ. അപ്പോൾ ഇതുപോലെ കത്രിക വെച്ചിട്ട് മുറിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ അരിപ്പൊടിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേ, പൊടിയില്ലാതെ ആ ഉണ്ടകൾ മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ എല്ലാ ഉണ്ടകളും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഇത്രയും പൊടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആക്കാതെ അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി അരപ്പിനായിട്ടേ കുറച്ച് തേങ്ങയിലേക്ക് ഉള്ളി, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് വെള്ളം എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും വേണമെങ്കിൽ അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നേരെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്താലും മതി. എന്നിട്ട് ആ അരപ്പ് ഒരു പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ചധികം വെള്ളവും ഒഴിച്ചിട്ട് അരപ്പിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബോൾസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ നെക്കൊക്കെ വെള്ളം കിടക്കണേ. നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് വരുമ്പോഴേ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു അരഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ച് പറ്റി കുറുകി ഇതുപോലെ വരുമ്പോഴത്തേക്കും അതിലേക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് മൂടി അങ്ങോട്ട് വെക്കുക. 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാവുള്ളൂ. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. നല്ല ചിക്കൻ കറിയുടെ ബീഫ് കറിയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിലേ ഉണ്ടാക്കി നോക്കണേ.